ഹേ ഓൾ, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചെറിയൊരു മടി. പിന്നെ ഞാൻ കുറച്ച് ദിവസം എൻ്റെ പേരൻസിൻ്റെ കൂടെ ഉണ്ടായത്. ഉമ്മാൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പണിയും ചെയ്യൂല. ഭയങ്കര ലേസി ആയിട്ടാണ് ഉണ്ടാവുക. നോർമലി ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മൾ പേരൻസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മറന്നു പോകും. എനിവേയ്സ്, അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി എൻ്റെ ആ ഒരു നോർമൽ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വേർഡായിരിക്കും റുട്ടീൻ എന്നുള്ളത്. ഈ റുട്ടീനും കാര്യമെല്ലാം നല്ല തന്നെയാണ്, എന്നാലും ഇടയ്ക്ക് നമ്മുടെ ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ലേസി ആയിട്ട് ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ വീട്ടിലെ പണിയെന്ന് മാത്രമല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് നമ്മളെ ബോഡിക്കും മൈൻഡിനും എല്ലാം ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഒരേ റുട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ നോക്കുക. 1-2 ദിവസം ഒന്ന് കുറച്ച് ലേസി ആയിട്ട് നിൽക്കുക, അതിനുശേഷം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ടൈമിലും എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരുന്നേ. അതുകൊണ്ട് സ്റ്റുഡൻസ് ആരെങ്കിലും തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ബുക്കിൻ്റെ മുന്നിലിരിക്കാണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ആ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിന്നെ ബാക്കി പഠിക്കാനിരിക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ബാക്ക് ടു മൈ ഡേ. അങ്ങനെ ഇന്നൊരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇപ്പം ഞാൻ ഓട്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള റാഗി അവലാണ്. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം ഈവനിങ് ആക്കി വെച്ചതാണ്, പിറ്റേ ദിവസം രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓട്സ് എന്നെല്ലാം പറയുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. കാര്യമായിട്ടൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടുമില്ല. ഉള്ള കുറച്ച് ബെറീസും കുറച്ച് യോഗട്ടെല്ലാം വെച്ചിട്ട് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത്. ഞാൻ പൊതുവേ ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആളേ അല്ലേ. എനിക്ക് ഭയങ്കര നാടനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ചും ഇഷ്ടമാണ്. മാത്രമല്ല എളുപ്പപ്പണിയും കൂടെയാണ്. രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മീലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ ഫുഡ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കുകയും വേണം. ബാക്കിയുള്ള ലഞ്ചും കാര്യമൊന്നും എനിക്ക് അത്ര നിർബന്ധമില്ല, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് അത് സമാധാനത്തിൽ കഴിക്കണം. അങ്ങനെ രാവിലത്തെ ഫുഡും കാര്യമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് അടുത്ത ലഞ്ചിൻ്റെ പരിപാടി. ലഞ്ചിന് കഴിയുന്ന കുറച്ചധികം വെജിറ്റബിൾസ് എല്ലാം സോർട്ട് ചെയ്ത് പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ റൈസും കാര്യമെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് തട്ടിക്കൂട്ടി. ഇതിൻ്റെ ഒന്നും റെസിപ്പി പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ജസ്റ്റ് ബട്ടറിൽ കുറച്ച് ബ്രോക്കളിയും, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ സ്വീറ്റ് കോണാണ് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഉപ്പും പെപ്പറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഫുഡിൽ വെജിറ്റബിൾസിൻ്റെ പോർഷൻ കുറച്ച് കൂട്ടിയിട്ട് കാർബിൻ്റെ അളവെല്ലാം കുറച്ച് കുറക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമേ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് കുറച്ച് കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് അത് പ്ലേറ്റ് ചെയ്യാമെന്ന് കൂടി വിചാരിച്ചു. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിന് അത് സന്തോഷം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അങ്ങനെ നല്ലൊരു അടിപൊളി ലഞ്ചെല്ലാം സെറ്റായി. തട്ടിക്കൂട്ടിയതാണെങ്കിലും ഇറ്റ് വാസ് യം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കാര്യം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷെ എൻ്റെ മടി കംപ്ലീറ്റ്ലി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ട്രാക്കിലേക്ക് വന്നിട്ടുമില്ല. എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. രാവിലെ ആയി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ പോയിട്ട് ഈ ഒരു കാഴ്ച കാണാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ഡിസ്കൗണ്ട് സെൻറ്ററും കൂടി ഓപ്പൺ ആവുന്നുണ്ട്. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒരു ഹോവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മതി. പിന്നെ ഈ മൂപ്പറേയും കൂട്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്കെല്ലാം നടക്കാനിറങ്ങി. ഇപ്പം UAE വെതർ ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമെല്ലാം പുറത്തിറങ്ങി നടക്കാൻ നല്ല രസമാണ്. അങ്ങനെ നടത്തവും കഴിഞ്ഞ് പോയ സ്ഥിതിക്ക് ഒരു ചെറിയ ഷോപ്പിങ്ങും ചെയ്ത് ഇന്നത്തെ പരിപാടി അവസാനിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ആൾ എൻജോയ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.